2,000 years later. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഗെയിമായിട്ടാണ്. ഗെയിമിന്റെ പേര് ഇവിൾ നൺ എന്നാണ് ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നു ഗൈസ്. ഇപ്പോൾ 104 സബ്സ്ക്രൈബേഴ്സ് എന്തോ നമ്മളായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യും. നമ്മളിനി റോഡ് ടു 200 ആണ്. അപ്പോൾ അത് മാക്സിമം എത്തിച്ചേക്കുക. നമുക്ക് ഈ വർഷം കൊണ്ട് തന്നെ ഒരു 1K കഴിഞ്ഞു പോകണം ഗൈസ്. അതാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് ഡോർ എസ്കേപ്പ് ആയിരിക്കും കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഈസിയിൽ ഡോർ എസ്കേപ്പ് ആയിരിക്കും. ബാക്കിയെല്ലാം ഇതാണ്. ഓക്കെ, പ്ലേ കൊടുക്കുക. ഓക്കെ, ഈവളിനെണ്ണ ഇച്ചിരി പെശ കാണുന്നാണ് കേട്ടത്. നമ്മുടെ ഗ്രാനി പോലെ അല്ല എന്നൊക്കെയാണ് കേട്ടത്. ഈവളിനെണ്ണിൽ ഓരോ സ്പെഷ്യലായിട്ട് പുതിയ പുതിയ കഴിവുകളൊക്കെ ഉണ്ട്. ഈവളിനെണ്ണൊക്കെ എവിടുന്ന് വേണേലും വരാൻ ഗൈസ്. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളിപ്പോൾ ഏതോ ഒരു സ്കൂളിൽ വന്ന് ഇറങ്ങിയേക്കാണ് ഗൈസ്. അതാ ആഹാ മൂജി അമ്പടാ നമ്മുടെ തലക്ക് അടിച്ചിട്ട് ഗൈസ്. ഒരു പെണ്ണുമ്പുള്ള നമ്മളിവിടെ ഇറക്കിയിട്ട് പോയി. ഡേ 1 ആയിട്ടുണ്ട്. I have to be good. I am Halo gamer and I am going to be good. നമുക്ക് ഇമ്പോസിഷൻ തന്നു ഗൈസ്. പക്ഷേ I have to leave എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇത്? ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ്. ക്ലോസറ്റ് എന്തൊക്കെയോ പാടൊക്കെ ഉണ്ട്. ഇതേ ഇവിടെ എന്താണ് ഓപ്പൺഡ് ഒരു ബട്ടണൊക്കെ ഉണ്ട് ഗൈസ്. അതുവഴി ഒന്നും ഇപ്പൊ പോകണ്ട. ഇതുവഴി പോയി നോക്കാം. ഇവിടെ ഇതെന്താണ് ഗൈസ്? എന്തോ ഇതെന്താ ഇത്? എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്. മിസ്റ്റീരിയസ് മോൾഡാ എന്തോ പസിലാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കറിയില്ല. കാര്യം മേളിലോട്ട് പോവാം. മേളിലോട്ട് അങ്ങോട്ട് പോവാം. തള്ള എവിടെയെങ്കിലും ഇല്ലേ? ഇവിടെ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ഓടാ ഗൈസ്. ദേ വരുന്നു, കണ്ടോ ഗൈസ്? അതാണ് ഇപ്പൊ ഒരു കഴിവ് കാണാൻ പറ്റും. കണ്ടോ, ഇഴഞ്ഞു വരുന്ന കണ്ടോ? അതാണ് കഴിവ്. അതാണ് ഇവളിനണ്ടിന്റെ ഒരു കഴിവ്. നമുക്കിപ്പോ മേളിൽ പോവാ ഗൈസ്. നമ്മളിപ്പോ കണ്ട സ്ഥിതിക്ക്. ഒയ്യോ, ഇവിടെ കുഴപ്പമില്ല. ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി വെക്കേണ്ടത്. ഇലക്ട്രിസിറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തുറക്കും എന്നാണ് പറയുന്നത്. നമുക്കപ്പൊ ഇവിടെയൊക്കെ ഒന്ന് തപ്പി നോക്കാം. ആ പെൺപിള്ളയുടെ കയ്യിൽ ഒരു ചുറ്റികയൊക്കെ ഉണ്ട് ഗൈസ്. തോറിന്റെ അനിയത്തിയാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചൂല് കിട്ടി നമുക്ക്. കുരിശൊക്കെ തലകുത്തനെയാണ് കഴിച്ചിരിക്കുന്നത്. മറ്റേ നണ്ണ് സിനിമയൊക്കെ കണ്ടറിയാം. തലകുത്തനെ ഇരുന്ന ശകുന എന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. വന്നുണ്ടോ എന്തോ ഒച്ചയൊക്കെ കേൾക്കുന്നു. ഓക്കെ, ഒരു കേബിള് കിട്ടി. ഈ കേബിള് കൊണ്ട് അവിടെ വെക്കാലേ? ഇല്ലേ? ഓക്കെ, നമ്മൾ കരണ്ട് കൊടുത്തിട്ടുണ്ട്. ചൂലും താഴെ ഇട്ടു. ഇനിയിപ്പോൾ എന്തായാലും പെണ്ണുമ്പോൾ ഇങ്ങോട്ടേക്ക് വരികയായിരിക്കും. ഒച്ചയൊക്കെ ഉണ്ടാക്കിയില്ലേ? എന്തോ തട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് എവിടെയാന്നറിയില്ലല്ലോ. ദേ വരുന്നു, കണ്ട ഗൈസ്? എവിടെ? അതാണ്ട് ഓടിക്കോ അങ്ങോട്ട്, ഇല്ലെങ്കിൽ ചുറ്റിയൊക്കെ എറിയും ഗൈസ്. ദേ വരുന്നു. അങ്ങോട്ട് പോവാം. താഴത്ത് നമ്മളൊരു ഇതിട്ടില്ലായിരുന്നോ? ചൂലിട്ടില്ലായിരുന്നോ? അതെടുക്കാൻ പോവാ ഗൈസ്. ഇതിനകത്ത് അതെ ഗൈസ്, ഇതിനകത്താണ്. ഇതേ ചൂലിരിക്കുന്നത്.
നമുക്കിനി തിരിച്ച് ജനിച്ച സ്ഥലത്തോട്ട് തന്നെ പോവാം. അല്ല സ്പോണായ സ്ഥലത്തോട്ട് തന്നെ പോവാം. ജനിച്ച സ്ഥലം വഴി അങ്ങ് പോവാ ഗൈസ്. പുള്ളിക്കാരത്തി എവിടെയാണെന്നറിയില്ല. തേങ്ങ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളടുത്ത ഇതേപോലത്തെ കുറേ വീഡിയോ ഇടുന്നതായിരിക്കും. കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ അടുത്ത എസ്കേപ്പ് ഒക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. ഇതിൻ്റെ വേറൊരു എസ്കേപ്പ് ഒക്കെ ഉണ്ട്. 5-6 എസ്കേപ്പ് ഉണ്ട്. അതെ 2-3 എസ്കേപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാം. ആ പുള്ളിക്കാരിയെ കാണാനില്ലല്ലോ. എനിക്കാണെങ്കിൽ പേടിച്ച് നെഞ്ചും കൂടെ ഒക്കെ കലങ്ങിയിരിക്കുക. ഇവിടെ എങ്ങും കാണാനില്ല. ഒന്നും നോക്കാണ്ട് പോവാ ഗൈസ്. എന്തോ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഇവിടെ എങ്ങും ഇല്ലായിരിക്കും. അയ്യോ അമ്മേ, നേരെ പുള്ളിക്കാരത്തിയുടെ അണ്ണാക്കിലോട്ടാണ് കേറി കൊടുത്തത്. ദേ വരുന്ന്. ഇത് ഓണാക്കാം ഗൈസ്. ഓണാക്കാൻ. എന്റെ ദൈവമേ, ഞാനിപ്പോ ശരിക്കും ചത്താനെ. നെഞ്ച്. ഓ, ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറെ ആയി ഗൈസ്. 2-3 ദിവസമൊക്കെ വൈകി. ഞാൻ ഫാമിലിയുടെ ഒക്കെ കൂടെ ട്രിപ്പിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കരണ്ട് പോലും ഇല്ലായിരുന്നു ഗൈസ്. കരണ്ടൊന്നും ഇല്ലാത്തോണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. ക്ഷമിക്കണം. പുള്ളിക്കാരത്തി എവിടെയാ? എന്റെ പൊന്നോ, ഇതാണ്. ഇവരാണ് മ്യൂസിക് ഒക്കെ ഇട്ട് ഒരുമാതിരി. നമുക്ക് താഴത്തോട്ട് ചാടാ ഗൈസ്. എന്നിട്ട് മറ്റേ ഇവിടെ ഒരു സംഭവം നമ്മളിത് തുറന്നായിരുന്നു. ഇതുവഴിയാണ് ഗൈസ് ഡോറ് നമ്മൾ എസ്കേപ്പ് ആവേണ്ടത്. ഇവിടെ കേറിയിട്ട് ഈ ചൂലും കൊണ്ട് നമ്മളിത് കുത്തണം ഗൈസ്. ദേ ഒരു കീ ബോക്സ് താഴെ വീഴും. ഇതും കൊണ്ട് പോണം ഗൈസ്. ഇത് കൊണ്ടുപോയി നമ്മള് എന്താ മേളില്, അല്ല ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തുനിന്ന് താഴെ ഇടണം എന്നാണ് പറയുന്നത്. പുള്ളിക്കാരത്തി ഡോറ് തുറന്നേ വരൂ. നമ്മളപ്പോഴത്തേനും ചാടിപ്പോവും ഗൈസ്. അത്രേ ഉള്ളൂ. നമ്മളെ തോപ്പിക്കാനാവില്ല മക്കളെ. അത്രേ ഉള്ളൂ. ഇതാണ് ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. അവിടെ ഒരു ചെറുക്കനെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ദേ വരുന്നു. കേറി വരുന്നുണ്ട്. നമുക്ക് താഴത്തോട്ടി ആളാ. അങ്ങോട്ട് പോയി. ഇവിടെയാണ് താഴെ ഇട്ടെ. എന്താ ഒന്നും ഇല്ലേ? മെയിൻ ഡോർ കീ കിട്ടി ഗൈസ്. നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വേഗം ഓടിപ്പോ. അവരപ്പോ പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കുക.